ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പുതിയ ബാച്ചിൻ്റെ. അപ്പോൾ നമ്മൾ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇടവണ്ണക്ക് ബസ് കയറാൻ പോവാണ് കേട്ടോ. ഞാനും കുട്ടികളും അനിയൻ്റെ കൂടെയാണ് പോകുന്നത്. ബസ് വെയിറ്റ് ചെയ്യാണല്ലോ റിഫോ. ഓക്കെ, ബസ് വരുന്നുണ്ടോ റിഫു? ഏത് ബസ്? അതിൽ പോലെ. അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളൊക്കെ ഡെക്കറേഷൻസൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ അവർ നല്ല അടിപൊളി സിമ്പിളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു ഡാ. അപ്പോൾ ഇത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ സെക്കൻഡ് ഇയേഴ്സിന് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് കൊടുക്കുന്ന മൊമെൻ്റാണ് കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ നോക്കുക. അതെന്താണ് എടുക്കണമെന്ന് എടുക്കും. കാരണം നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ സീനിയർ സ്റ്റാഫ് ഓർക്ക് നമ്മളെ പഠിപ്പിക്കണം എന്നല്ല ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിക്കണം എന്നില്ല, ഓരോ കൂടെ എല്ലാം ചെയ്തതാളുള്ളൂ. ഓർക്ക് നമ്മൾ പഠിപ്പിക്കാനുള്ള ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക, അത്രേ പറയാറുള്ളൂ. ചോദിച്ചാൽ ഇതെന്താന്ന് അറിയും അല്ലേ? എന്താ കാരണം? കണക്ക് പഠിക്കുന്നു അങ്ങനെ പറഞ്ഞ സാറുണ്ടല്ലോ അല്ലേ? നല്ല ഉപകാരമുണ്ടോ? ഇല്ല. അങ്ങനെ കുറെ പഠനം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഉപകാരം അത് ഒരു പഠനം പൂർണ്ണമാവുന്നത് എപ്പോഴാന്ന് പറയുന്നത് ആ പഠനം കൊണ്ട് നമ്മളെ ലൈഫിൽ എന്താ
അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൻ്റെ ഫസ്റ്റത്തെ ദിവസം ഇപ്പം ഇന്ന് ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ മുതൽ നമുക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഒന്ന് വേറൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്തതിൻ്റെ യൂട്യൂബ് ഗ്രൂപ്പിലത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബേബി എന്ന് പറയും. അപ്പോൾ അവർ ഇടവണ്ണല്ല തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ എനിക്കൊരു സാധനം കൊടുത്തു കേട്ടോ, അത് ഈ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എന്താ സംഭവം എനിക്കറിയില്ല. ഞാനിപ്പോൾ എന്തപ്പോൾ ഞാൻ കുറേ അറിയിച്ചിരുന്നു. ഇപ്പോൾ എനിക്കെന്താ കൊടുത്തയച്ചത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു ഫ്രണ്ട്, ഞാൻ കാണാത്തൊരു ഫ്രണ്ട് നമ്മളെ യൂട്യൂബ് ഗ്രൂപ്പിലാണ്, നമ്മളെ ഇടവണ്ണല്ലാണ്. അപ്പം എനിക്ക് സർപ്രൈസായിട്ട് തന്നാണ് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ വിചാരിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു ബേബി.